സതീദേവിയെ കാത്ത് പുറത്തു നിൽക്കുകയായിരുന്നു ഭൂതഗണങ്ങൾ. ദേവിയുടെ ദേഹത്യാഗം അറിഞ്ഞ് അവരാകെ രോഷാകുലരായി. അവരിൽ ചിലർ ദേവിയുടെ ദേഹത്യാഗത്തിൽ മനംനൊന്ത് സ്വന്തമായി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. ചിലർ മരിച്ചു വീഴുകയും ചെയ്തു. 20,000 ഭൂതഗണങ്ങൾ ദേവിയോടൊപ്പം തന്നെ ശരീരം ഉപേക്ഷിച്ചു. ജീവിച്ചിരുന്നവർ ദക്ഷനെ കൊല്ലാനായി പാഞ്ഞെടുത്തു. ഇത് കണ്ട് ഭൃഗു അഗ്നിയിൽ നിന്നും ഋഭുക്കളെ സൃഷ്ടിച്ചു. അഗ്നിയെ ആയുധമാക്കുന്ന ഋഭുക്കളും ഭൂതഗണങ്ങളും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. പക്ഷെ ഭൂതഗണങ്ങൾക്ക് പരാജയമേൽക്കേണ്ടി വന്നു. സകല ദേവതകളും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഒരശരീരി കേട്ടു. ഈ യാഗം തുടർന്നാൽ ഘോരമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നുള്ള ദധീജി മുനിയുടെ വാക്കുകൾ ധിഖരിച്ച് നീ ഇപ്പോൾ യാഗം നടത്തിയിട്ട് അതിന്റെ ഫലം എന്തായി ദക്ഷ? ത്രിലോകങ്ങളുടെ മാതാവായ സതീദേവിയെ അപമാനിച്ചതിലൂടെ എല്ലാ ആരാധനയിലും വെച്ച് ആരാധിക്കപ്പെടുന്നവളായ ആ പരാശക്തിയെ തന്നെയാണ് നീ അപമാനിച്ചിരിക്കുന്നത്. ജഗത് മാതാവാണ് സതീദേവി. ജഗത് പിതാവാണ് മഹാദേവൻ. നിനക്കിനിയും കഷ്ടകാലമാണ് ദക്ഷ. ഇവിടെയുള്ള ഒരു ദേവതമാരും നിന്നെ സഹായിക്കാൻ വരില്ല. നിന്റെ യാഗം ഇന്ന് മുടങ്ങുന്നതായിരിക്കും. നിന്നെ സഹായിക്കാൻ എത്തുന്ന ദേവതമാർക്ക് പോലും അമംഗളം ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ദേവതമാരും ഋഷിമാരും ഇപ്പോൾ തന്നെ ഇവിടം വിട്ടു പോകേണ്ടതാണ് എന്ന വാക്യത്തോടെ അശരീരി നിർത്തുകയാണ്.